നമുക്ക് ഇതുപോലത്തെ ഒരു ട്രിങ്കറ്റ് ഡിഷ് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് സോയിൽ ക്ലേ ഒക്കെ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വീട്ടിലുണ്ടാവുന്ന മണ്ണ് വെച്ചിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കി വെച്ച സോയിൽ ക്ലേ ആണിത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം കേട്ടോ. അത്യാവശ്യം സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ക്ലേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ക്ലേ ട്രിങ്കറ്റ് ഡിഷ് ഉണ്ടാക്കാനുള്ള ക്ലേ ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും വേണ്ട, ഇതിൻ്റെ ഒരു കുറച്ച് ബാക്കി ഉണ്ടാവും എന്തായാലും നമുക്ക്. എപ്പോൾ ക്ലേ എടുക്കുമ്പോഴും നമ്മളത് നന്നായിട്ട് അതിൻ്റെ എയർ ബബിളൊക്കെ പോകുന്ന രീതിയിൽ നമ്മളത് കുഴച്ചെടുക്കണം. ആ ഒരു വെറ്റായിട്ടുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ നമ്മൾ കുഴക്കുമ്പോൾ അതങ്ങനെ ഡ്രൈ ആയി തോന്നും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സർക്കിളിന് വേണ്ടിയിട്ടുള്ളതും അതുപോലെ അതിൻ്റെ ചുറ്റിൽ വെക്കാനുള്ള ആ ഒരു ലൂപ്പ് പോലുള്ള റിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്ലേ ഞാൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ട്രിങ്കറ്റ് ഡിഷിൻ്റെ സർക്കിൾ പോലുള്ള സർഫസാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ക്ലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലും റോൾ വെച്ചിട്ട് നമ്മളതിൻ്റെ സർഫസ് ഒന്ന് പരത്തി കൊടുക്കണം. എയർ ബബിൾസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളിത് പരത്താൻ. ഇപ്പം ഇത് കാണുന്നത് ഇതിൻ്റെ ബാക്ക് ഭാഗമാണ്, അത് നമ്മൾ നല്ല രീതിയിൽ പരത്തി കൊടുക്കണം. വെള്ളം കൊണ്ട് നമ്മൾ ഇതിൻ്റെ അൺഈവൻ സർഫസൊക്കെ ഒന്ന് സ്മൂത്ത് സർഫസാക്കി എടുക്കണം. അങ്ങനെയാണ് ഇത് ഉണ്ടായി വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പെയിൻറ്റ് ചെയ്യാനും എളുപ്പമാവുള്ളൂ കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ വെറ്റാക്കിയതിന് ശേഷം നമ്മൾ കയ്യിൽ കുറച്ച് പരത്തിയിട്ട് നമ്മൾ ആ ഒരു പോർഷൻ നല്ല രീതിയിൽ വെറ്റാക്കി കൊടുക്കണം. ഇപ്പോൾ ബാക്ക് ഭാഗം നമുക്ക് സെറ്റായിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലൊരു സർക്കിൾ ഇട്ട് കൊടുക്കണം. അത് നമ്മൾ ഇതുപോലുള്ള പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ട് ആ ഒരു വരച്ച സർക്കിൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യണം. എഡ്ജസൊക്കെ കുറച്ച് അൺഈവൻ ആയിട്ടുണ്ടാവും, പക്ഷെ അതൊക്കെ നമുക്ക് വെള്ളം വെച്ചിട്ട് സ്മൂത്ത് ചെയ്ത് കൊടുക്കാം. ഈ സർക്കിൾ ഇങ്ങനെ മുഴുവനായിട്ട് നമുക്ക് ആ ഒരു വരച്ച രീതിയിൽ തന്നെ നമ്മൾ വെട്ടിയെടുക്കണം. അങ്ങനെ ഇതെല്ലതും കഴിഞ്ഞതിന് ശേഷം നമുക്ക് എക്സസ് വന്ന പോർഷൻസൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയാലാണ് ഇതിൻ്റെ തിക്നെസ് എത്ര ഉണ്ടാകുമെന്ന് അറിയാൻ പറ്റുക. ഇപ്പോൾ എനിക്ക് വേണ്ട തിക്നെസ് ഇത്രയാണെന്നുള്ളത്, പക്ഷേ നമ്മളിതിങ്ങനെ പരത്തി എടുക്കുന്ന സമയം അത് തിക്നെസ് പിന്നെയും കുറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു തിക്കിൽ തന്നെ ആദ്യം ഉണ്ടാക്കുകയാണെങ്കിലും കുറച്ചും കൂടി ബെറ്റർ ആവുക. വെള്ളം വെച്ചിട്ട് ആ സർഫസ് നമ്മളൊന്ന് സ്മൂത്ത് ആക്കിയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെറ്റായിട്ടുണ്ടാവും. അപ്പോൾ എക്സസ് ആയിട്ടുള്ള വാട്ടറൊക്കെ ഒന്ന് നമ്മളൊന്ന് കൈ കൊണ്ട് എന്തെങ്കിലും വെച്ച് ഒപ്പി കൊടുത്തൊന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ സർക്കിൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സർക്കിളിന് ഇടാനുള്ള ആ ലൂപ്പ് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കണം. അതിനായിട്ട് നമുക്ക് എക്സസ് വന്ന പോർഷൻ തന്നെ എടുക്കാം. ആ പോർഷൻ ഇതുപോലെ ഇങ്ങനെ ഒരു നൂല് പോലെ ഒരു പരുവത്തിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് വേണ്ട ഒരു തിക്നെസ്സിൽ നമ്മൾ ഈ ഫോട്ടോസൊക്കെ റെഫറൻസ് ആയിട്ട് എടുക്കുമ്പോൾ അതിലൊരു തിക്നെസ് ഉണ്ടാവും. ആ ഒരു തിക്നെസ്സിനെക്കാട്ടിയും കുറച്ചും കൂടി കൂടുതലായിട്ട് എടുക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ലാസ്റ്റ് വെള്ളം വെച്ചിട്ട് അത് സ്മൂത്ത് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല നമുക്ക് വേണ്ട ഒരു അളവിന് തന്നെ കിട്ടും. ഇപ്പം ഞാൻ ഉദ്ദേശിച്ചതിനും കുറച്ചും കൂടി തിക്കായിട്ട് ഞാൻ അത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ സർക്കിളിൽ തന്നെയാണ് അടുത്ത പണി ചെയ്യണത്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എഡ്ജസ് ഒന്ന് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള പെന്നോ പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഷാർപ്പാക്കി കൊടുക്കണം. എന്നുവെച്ചാൽ അത് നല്ല രീതിയിൽ ഒരു വെട്ടി അങ്ങനെ ഒരു സർഫസ് അൺഈവൻ സർഫസ് നമുക്ക് കൊണ്ടുവരണം അവിടെ. അപ്പം ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് രീതിയിലാണ് നമ്മൾ പിന്നെ ചെയ്യാൻ പോണത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മളത് ഒട്ടിക്കുമ്പോൾ അത് നല്ല രീതിയിൽ അവിടെ ഇരിക്കുന്നോളൂ. നമ്മളിത് മുറിച്ച് കൊണ്ടുവരില്ല വേണ്ടത്, അതിൻ്റെ സർഫസ് ഒന്ന് നമ്മളിങ്ങനെ വരഞ്ഞ് കൊടുക്കുക. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ലൂപ്പ് പോലെ നമ്മൾ ഉണ്ടാക്കിയതും ഫുള്ളും നമ്മൾ അതേപോലെ ഒരു വെട്ടിയിട്ട് ആ ഒരു രീതിയിലാക്കി കൊണ്ടുവരണം. അത് മൊത്തം ഇതിന് എത്രത്തോളം വേണോ ആ ഭാഗം വരെ നമ്മൾ എന്ത് ചെയ്യണം, മൊത്തം വെട്ടിയിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കണ പോലെ ആക്കണം. നമ്മളൊരിക്കലും ഇത് മുറിക്കാൻ പാടില്ല. ആ ഒരു സർഫസ് ഒന്ന് റഫാക്കിയിട്ടുള്ള സർഫസ് ആക്കണം. അത്രയും മാത്രമേ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാനത് ഇവിടെ ഇങ്ങനെ നമ്മളിതുവരെ ചെയ്ത് കൊണ്ടുവരണം. ഓപ്പോസിറ്റായിട്ട് രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് രണ്ടും കൂടിയിട്ട് ഫിക്സ് ആക്കണം. അപ്പം നമ്മൾ ഈ ചെയ്ത സ്ഥലത്ത് നമ്മൾ ഓരോന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കണം. അത് പൊട്ടാത്ത രീതിയിൽ വെച്ച് കൊടുക്കണം. അങ്ങനെ ആ ഒരു ചെയ്ത പോർഷൻസ് നമ്മൾ വരഞ്ഞു കൊടുത്ത പോർഷനിലായിരിക്കണം ഇതിങ്ങനെ നമ്മൾ നല്ല രീതിയിൽ വെച്ച് കൊടുക്കേണ്ടത്. ഈ ലൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഈ സർക്കിളിന് വലുപ്പം മതിയാവോ എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാൻ. ഇനി നമ്മൾ വെച്ച ഭാഗം നന്നായിട്ട് പുഷ് ചെയ്ത് നല്ല ടൈറ്റാക്കി നമ്മൾ ഇതിൻ്റെ അവസാനം വരെ കൊണ്ടുവരണം. അപ്പോൾ ഇതിൻ്റെ ലൂപ്പിൻ്റെ രണ്ട് എൻഡിലും നമ്മൾ കൂട്ടി മുട്ടിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത ഒരു വരച്ചിൽ പോലെ തന്നെ നമ്മൾ ഈ പ്രോസസ്സ് ഇവിടെയും ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മളിത് ഏകദേശം ഒട്ടിച്ച പോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്മൂത്ത് ആയിട്ടല്ല പെന്നിൻ്റെ ബാക്ക് പോർഷൻ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ഈ രണ്ട് സാധനവും ആ ലൂപ്പ് നമ്മളുടെ ആ സർക്കിളിന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ഉണങ്ങിയതിന് ശേഷം ഇത് പൊട്ടി വരാതിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു അവിടെയുള്ള ഗ്യാപ്പ് നമ്മൾ കാണാത്ത വിധത്തിൽ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം.
എന്നിട്ട് നമ്മളിത് വെള്ളം വെച്ചിട്ട് ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. കുറച്ച് കയ്യുമ്പിൽ കുറച്ച് വെള്ളമാക്കിയതിന് ശേഷം നമ്മുടെ സർഫസിൽ നമ്മൾ നല്ല രീതിയിൽ ആ ഒരു വെട്ട് നമ്മൾ വരഞ്ഞത് കാണാത്ത രീതിയിൽ വേണം നമ്മളതിങ്ങനെ സ്മൂത്താക്കി കൊടുക്കാൻ. നമ്മൾ ഈ സ്മൂത്താക്കുന്ന സമയം നമ്മുടെ ഈ ട്രിങ്കർ ടിഷ്യൂ അത്യാവശ്യം വലുതാവുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വലിയ ബഡ്സോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് നമ്മുടെ സർക്കിളിൽ അവിടെ കുറച്ച് വെള്ളമാക്കി വെറ്റാക്കിയിട്ട് നമ്മൾ അതിൻ്റെ എല്ലാ സൈഡിലും നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം. നമുക്ക് കൈ വെച്ചിട്ടും ചെയ്യാം, ബഡ്സ് വെച്ചിട്ടും ചെയ്യാം. അതൊന്നും നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതൊന്ന് സ്മൂത്തായി കിട്ടണം, അത് മാത്രമേ നമ്മളിവിടെ നോക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സർക്കിൾ, ആ വരഞ്ഞ പോർഷൻസൊക്കെ ഞാൻ നല്ല രീതിയിൽ ഇതാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ സർക്കിളൊന്ന് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് വെള്ളമാവാൻ പാടില്ല. ഓവറായിട്ട് വെള്ളമായുള്ള പ്രശ്നം എന്താ വെച്ചാൽ പിന്നെ അത് പൊട്ടി പൊട്ടി വരും, നമുക്കത് ഉണങ്ങാൻ നല്ല ടൈം എടുക്കുകയും ചെയ്യും. ഇനി നമ്മളിത് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത പോലെ ഉണ്ടാകും. അപ്പോൾ നമ്മളിതൊന്ന് ചെറുതാക്കി ഒന്ന് കംപ്രസ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മളിത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയാണ് കാണാൻ. ഇനി നമ്മളതിൽ ഒരു സർക്കിൾ പോലൊരു പോർഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ സ്മൂത്ത് ചെയ്ത സ്ഥലത്ത് കുറച്ച് എക്സസ് പീസ് ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു ഹോള് പോലെ നിൽക്കുന്നുണ്ടാവും. നമ്മൾ കുറച്ച് ക്ലേ എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഇതിൻ്റെ അവിടെ അങ്ങനെ ഇതാക്കിയിട്ട് ആ ഒരു ഹോൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന പോലെയാണ് ചെയ്യേണ്ടത്. നേരത്തെ ചെയ്ത അതേ പ്രോസസ്സാണ്. നമ്മളിത് ലൂപ്പ് നമ്മുടെ സർക്കിളിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യാൻ യൂസ് ചെയ്ത ആ സെയിം പ്രോസസ്സ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പം നമ്മളത് നല്ല രീതിയിൽ ആ ഒരു ലൂപ്പും നമ്മൾ എക്സസ് ആയിട്ട് കൊടുക്കുന്ന ആ ഒരു സംഭവം ഇതിലേക്ക് നല്ല രീതിയിൽ ഫിക്സ് ആക്കണം. നമ്മൾ ഈ ഒരു സാൻഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ സോയിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ആ ഒരു ഇതിലേക്ക് ആക്കുന്ന രീതി നമ്മൾ എല്ലാതും ഫിക്സ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ വെള്ളം വെച്ചിട്ട് ഇതൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം വെച്ച് സ്മൂത്ത് ചെയ്യുമ്പോൾ ഓവറായിട്ട് വെറ്റാക്കാൻ പാടില്ല, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പം നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് ഇത്. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യണതിൻ്റെ സമയത്ത് നമ്മുടെ ലൂപ്പ് കുറച്ച് വലുതായിട്ട് കിട്ടും. ഇനി നമ്മൾ ആ ഒരു സർക്കിളൊന്നും കൂടി നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യുക. ഇതിപ്പോൾ ഒരു പ്ലേറ്റ് പോലെയാണ് കാണാൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എഡ്ജ് നമ്മൾ നല്ല രീതിയിൽ ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ നല്ല അമർത്തിയിട്ട് സ്മൂത്താക്കി കൊടുക്കണം. അങ്ങനെ നല്ല രീതിയിൽ സ്മൂത്താക്കി കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളം വെച്ചിട്ടൊന്ന് വെറ്റാക്കി കൊടുക്കാം. പിന്നെ അത് നല്ല രീതിയിൽ സ്മൂത്തായിട്ടിരിക്കണം. വെള്ളം വെക്കുമ്പോൾ അത് എന്തായാലും നല്ല രീതിയിൽ സ്മൂത്താവും. ഓവറായിട്ട് വെള്ളമാക്കാൻ പാടില്ല. ഓവറായിട്ട് വെള്ളമാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഉണങ്ങാൻ നല്ല പണിയാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സർഫസ് ഒന്ന് അൺഈവൻ ആയിട്ടുള്ള ഒരു സർഫസാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി ഒന്ന് വെള്ളമാക്കിയിട്ട് നമ്മൾ ആ ഒരു സർഫസ് നല്ല രീതിയിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയുക, അതൊരു സ്മൂത്താക്കി എടുക്കണം. അത്രയേ ഉള്ളൂ നമ്മളിതിൽ ചെയ്യണ ഒരു കാര്യം. അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് ആക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ എല്ലാ സ്ഥലവും ഇങ്ങനെ സ്മൂത്താക്കുന്നുണ്ട്. സ്മൂത്താക്കുമ്പോൾ ഓവറായിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ പ്രസ് ആക്കരുത്. ജസ്റ്റ് ഒന്ന് സർഫസ് ഒന്ന് തൊട്ട് അങ്ങനെ ചെയ്യാനേ പാടുള്ളൂ. ഇപ്പം നമ്മുടെ വെള്ളം വെച്ചിട്ട് ആ പോർഷൻ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അതിൻ്റെ എല്ലാ സാധനവും നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് അതൊന്ന് എന്തെങ്കിലും ക്രാക്കോ അങ്ങനെ എന്തെങ്കിലും വീഴുന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഇതാക്കാൻ പാടുള്ളൂ, സ്മൂത്താക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം വെച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് വെറ്റാവണം എന്ന് തോന്നുന്ന പോർഷൻസിൽ നമുക്ക് വെള്ളം കയ്യിൽ ഇങ്ങനെ ആക്കി സ്പ്രെഡാക്കിയിട്ട് വിരലുകൊണ്ട് ഒന്ന് ആ ലൂപ്പൊക്കെ ഒന്ന് ഇതുപോലെ ചെയ്താൽ മതി. അല്ലാണ്ട് നമ്മൾ ഓവറായിട്ട് വെള്ളമാക്കുന്ന സമയം അത് ആ ഒരു ഇത് നമ്മൾ ചെയ്താൽ ഇത് കിട്ടില്ല നമുക്ക്. ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ അടിഭാഗം നമ്മൾ നല്ല രീതിയിൽ സ്മൂത്താക്കി കൊടുക്കുകയാണ്. നമ്മളിത് മറിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഹോള് പോലെ വരും. ഇത്രയും നേരം നമ്മൾ സ്മൂത്താക്കി കൊണ്ടിരുന്ന സാധനമൊക്കെ നമ്മൾ പോവുമോ നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പോൾ നമ്മൾ ആ ഒരു പോർഷൻ ഇങ്ങനെ പിടിച്ചതിന് ശേഷം അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ സ്മൂത്താക്കി കൊടുക്കണം. നമ്മൾ ഈ ലൂപ്പും അതുപോലെ ഈ സർക്കിളും ജോയിൻ ചെയ്ത ആ പോർഷനാണ് നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ആ പോർഷന് നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കുന്ന സമയം ചിലപ്പോൾ ഇതിങ്ങനെ ഷേപ്പ് മാറാം. അത് കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ സർക്കിൾ പോലെ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ആ ഒരു ലൂപ്പിൻ്റെ ആ പോർഷന് നല്ല രീതിയിൽ കിട്ടും. ഇപ്പം നമ്മുടെ ഉള്ളിലത്തെ പോർഷന് നമ്മൾ വൃത്തിയാക്കി സ്മൂത്താക്കി കൊടുക്കണം. ഇത് എത്ര സ്മൂത്താക്കി നല്ല രീതിയിൽ വെറ്റാക്കി ചെയ്യുന്നോ അത്രയും നല്ല രീതിയിൽ സ്മൂത്തായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മുടെ ലൂപ്പ് നമ്മൾ അത്യാവശ്യം വെറ്റാക്കണം. പക്ഷെ ഒരിക്കലും നമ്മളെ സർക്കിൾ വെറ്റാക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ സർക്കിളിന് തിക്നെസ് കുറവും ലൂപ്പിന് തിക്നെസ് കൂടുതലുമാണ്. അപ്പോൾ സർക്കിൾ പൊട്ടാനുള്ള ചാൻസ് കൂടുതലുണ്ട്.
പിന്നെ സൺലൈറ്റിൽ വെച്ച് ഡ്രൈ ആക്കണതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കരുത്, ഷെയ്ഡുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ അധികം സൺലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് വേണം വെക്കാൻ. അങ്ങനെ ഷെയ്ഡ് ഇല്ലാത്ത അല്ലെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രാക്ക് ആവാനുള്ള ചാൻസാണ്. പിന്നെ നമ്മൾ ഡയറക്റ്റ് തീക്ക് ഇടാൻ പാടില്ല, എന്ന് വെച്ചാൽ തീയിൽ വെച്ച് ഉണക്കാൻ പാടില്ല, അപ്പോൾ ക്രാക്ക് വരും. ഒന്നല്ലെങ്കിൽ ഈ അടുപ്പിൻ്റെ അടിയിൽ അങ്ങനെ അല്ലെങ്കിൽ അടുപ്പിൻ്റെ സ്ഥലത്ത് അങ്ങനെ ആയിട്ട് വെക്കുമ്പോഴാണ് അത് ഇതാവുള്ളൂ. ക്രാക്ക് വരികയാണെങ്കിൽ കുറച്ച് വെള്ളം വെച്ച് വെറ്റാക്കിയാൽ മതി. അപ്പോൾ ട്രിങ്കറ്റീഷൻ്റെ പാർട്ട് 1 വീഡിയോ ആണിത്. പാർട്ട് 2 വീഡിയോ എന്താ വെച്ചാൽ പെയിൻറ്റിങ് ആണ്. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ 2-3 ദിവസം ഇരുന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമുക്കിത് പെയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പാർട്ട് 1 വീഡിയോ ഇവിടെ തീരുകയാണ്. പാർട്ട് 2 വീഡിയോ നെക്സ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വാച്ച് കൺസിസ്റ്റൻ്റ്ലി, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.